ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സൂം മീഡിയയിൽ കൂടി ഈ രാത്രിയിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവജനം ധ്യാനിക്കുവാൻ ഇടയാകുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I'm happy and I praise God that we, although are at different parts of the world, we are able to participate in listening to the word of God and in praising God. എല്ലാ ബഹുമാനീയ കർത്തദാസന്മാർക്കും ദൈവജനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. In the most valuable name of the Lord Jesus Christ, I greet all the respected servants of God and everyone who is listening to this message. ഈ 3 ദിവസത്തെ ദൈവവചന പഠനത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ദൈവജനത്തിന്റെ മുമ്പിൽ നടക്കുന്ന ദൈവം എന്നതാണ്. For this 3-day study, we have taken the subject of a God who walks before his people. എന്തുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ തന്റെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തു? Why did God choose Israelites to be his own people? ആ ജനത്തിന് മുമ്പിലാണല്ലോ ദൈവം നടക്കുന്നതും ആ ജനത്തിന് വേണ്ടിയാണ് ദൈവം എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നതും. It is that people before whom God is walking, and it is for them that God is doing all kinds of miracles. അപ്പോൾ നമുക്ക് ന്യായമായ സംശയം, ചോദ്യമുണ്ട്, ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? So naturally we have a question, is God partial? മറ്റ് ജാതികൾക്ക് കൊടുക്കാത്ത ഒരു പ്രത്യേക പരിഗണന ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജാതിക്ക്, ഇസ്രായേൽ ജനത്തിന് ദൈവം ചെയ്തു കൊടുക്കുന്നു? So why is God showing this kind of giving this kind of a consideration to a people against all the other nations and the heathens? അതിന്റെ മറുപടി എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ മാതൃകാ കൃഷിത്തോട്ടങ്ങളുണ്ട്, മോഡൽ പ്ലാന്റേഷൻ. ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിൽ, വടക്കേന്ത്യയിലൊക്കെ ഉണ്ട് മാതൃകാ വാഴത്തോട്ടം, മാതൃകാ റബ്ബറിൻ തോട്ടം, മാതൃകാ കശുമാവിൻ തോട്ടം എന്ന് പറഞ്ഞ മോഡൽ പ്ലാന്റേഷൻസ് ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. To understand that, we see at certain model plantations in Kerala started by the government. There are model plantations of cashew, model plantations of rubber estates, and so many things like that. എന്തിനാണ് ഗവൺമെന്റ് തന്നെ ഈ മുതൽ മുടക്കി മാതൃകാ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? Why has the government spent the money and started these model plantations everywhere? ഇതുപോലെ നിങ്ങളും കൃഷി ചെയ്താൽ നല്ല വിളവ് ലഭിക്കും, അതിനുവേണ്ടിയാണ് മാതൃകാ കൃഷിത്തോട്ടങ്ങൾ ദൈവം ഈ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. Government has made these model plantations to show the people that if you indulge yourself in this activity, you will also gain the same thing. ഇതുപോലെ ദൈവം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്ത് മറ്റ് ജാതികൾക്ക്, മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഒരു മാതൃകാ കൃഷിത്തോട്ടം എന്നതുപോലെ ദൈവം ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. In the same way, God has chosen the Israelites like a model plantation so that the whole world may see. അവരെ പോലെ നിങ്ങൾ നടന്നാൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. If you walk like them, you will be blessed too. ആ ജനത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നടന്ന ദൈവത്തിന്റെ 7 സംഭവങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. So we are studying about the 7 different instances of this God that happened when he walked before his people. ഒന്ന്, നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ദൈവം എന്തുകൊണ്ട് ഈ ജനത്തിന്റെ മുമ്പിൽ നടന്നു? അതിന് 2 കാരണങ്ങൾ നമ്മൾ കണ്ടു. We saw 2 reasons for God walking before his people yesterday. ഈ പോകേണ്ടുന്ന വഴി കാണിപ്പാൻ ആ ജനത്തിന്റെ മുമ്പിൽ നടന്നു എന്നാണ് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. In Exodus chapter 13, we read that God walked before his people to show them the way. എന്തുകൊണ്ട് പോകേണ്ടുന്ന വഴി കാണിപ്പാൻ ദൈവം ഈ ജനത്തിന്റെ മുമ്പിൽ നടന്നു? Why did God walk before his people to show them the way? അതിന് 2 കാരണങ്ങൾ. ഒന്ന്, ഈ ജനം ഇതിനു മുമ്പ് ഒരിക്കലും
ഈ വഴിയിൽ കൂടി നടന്നിട്ടില്ല. There are two reasons for that. Reason number one is that these people have never before walked the same way. രണ്ടാമത്തെ കാരണം ഇത് ചുറ്റി 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 നടക്കുന്ന വഴിയാണ്, ദൈർഘ്യമുള്ള വഴിയാണ്. അതുകൊണ്ട് വഴി കാണിക്കാൻ ദൈവം ആ ജനത്തിന്റെ മുമ്പിൽ നടന്നു. Secondly, this route is a very long and a winding route, so God had to be with them to show them the way. അപ്പോൾ ഈ വഴി പറഞ്ഞു കൊടുക്കാൻ മോശയുടെ അളിയനായ ഹോബാബ് വന്നാലും വഴി തെറ്റിപ്പോകും. So to guide them in this way, even if Hobab, the brother-in-law of Moses, comes, they will still miss the way. അതുകൊണ്ട് ദൈവം പറഞ്ഞു, വഴി പറഞ്ഞു തരാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടന്നുകൊള്ളാം. So God said, I myself will walk before you to show you the way. ദൈവമക്കളെ, ഇത് നമ്മുടെ അനുഭവമാണ്. നമ്മൾ നടന്നിട്ടില്ലാത്ത വഴികൾ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. വിശേഷിയ ഈ മാസങ്ങളിലൊക്കെ വഴി തെറ്റാതെ നടക്കാൻ കാരണം വഴി പറഞ്ഞു നടത്താൻ ഒരാൾ നമ്മുടെ മുമ്പിൽ നടക്കുന്നു. Dear children of God, this is the very same experience that we are traveling to right now. We are all walking away for the past few months at least in a way that we have never before walked. So we will never miss the way because our God is walking before us. എന്തുകൊണ്ട് ചുറ്റിയുള്ള ചെങ്കടൽ വഴി കൂടെ ദൈവം നടത്തി ജനത്തെ? അതിന്റെ കാരണം നമ്മൾ കണ്ടു. ഈ ജനം തിരിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാതിരിപ്പാൻ. So why did God take the Israelites through this roundabout and the winding way, crossing the Red Sea? And the reason is that these people should not be given a chance to go back, to return back to where they came from. എളുപ്പ വഴിയായ ഫെലിസ്തീയുടെ ദേശം അത് ഷോർട്ട് കട്ടാണ്, എളുപ്പ വഴിയാണ്. ആ വഴി തിരഞ്ഞെടുത്തില്ല. തിരഞ്ഞെടുത്താൽ യുദ്ധം നടക്കും. യുദ്ധം കാണുമ്പോൾ ഈ ജനം തിരിച്ച് മിസ്രൈമിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും. The easier way, which was through the Philistines, God did not choose that way, because if he chose that way, definitely a war will break out, and if a war breaks out, these people may get scared and frightened and return back. നമ്മുടെ ജീവിതത്തിൽ ചുറ്റലുകൾ, പ്രയാസങ്ങൾ, വിഷമസന്ധികൾ ഒക്കെ എന്തുകൊണ്ട് വരുന്നു? എന്തുകൊണ്ട് നമ്മളെ എതിരിൽ കൂടെ നടത്തുന്നു? ഉത്തരം വ്യക്തം, നമ്മുടെ നിത്യത നഷ്ടപ്പെടാതിരിപ്പാൻ. Why does God allow us to go through these troubling ways and these long winding routes and painful paths? The answer is very clear, so that we do not lose our eternity. ദൈവത്തിന്റെ നാമമുള്ള ഒരു ദൂതനാണ് ഈ ജനത്തെ നടത്തി എന്ന് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. In Exodus chapter 23, we saw that an angel who has the name of the Lord is the one who guided them in the way. ആ ദൈവത്തിന്റെ നാമമുള്ള ആ ദൂതൻ ആരാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കണ്ടു. അത് മറ്റാരുമല്ല, യേശുക്രിസ്തുവാണ്. In John chapter 17, we saw who that angel was who had the name of the Lord, and that is none other than our Lord Jesus Christ. ഈ കർത്താവാണ് നമ്മുടെ ജീവിത യാത്രയിൽ വഴി പറഞ്ഞു നടത്താൻ നമ്മുടെ മുമ്പിലും നടക്കുന്നത്. It is this Lord that is walking before us to show us our way. 23-ാം സങ്കീർത്തനത്തിൽ ആ നല്ല ഇടയനെ പറ്റി പറയുമ്പോൾ അവൻ ആടുകൾക്ക് വഴികാട്ടിയായി മുമ്പിൽ നടക്കുന്നു. പച്ചയായ പുൽപ്പഴങ്ങൾ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തുന്ന നല്ല ഇടയൻ വഴികാട്ടി നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. In Psalm 23, we see that this good shepherd leads the sheep and makes them to walk through green pastures, and it is this good shepherd that is leading us to. രണ്ടാമത് ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ നടന്നത് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടു. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൽ നിന്ന്. The second reason why God walked before his people also we saw in Deuteronomy chapter 31. അവിടെ നമ്മൾ കണ്ടത് ജാതികളെ നശിപ്പിച്ച് കനാൻ നാട് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടി. There we saw that God walked before his people to destroy the heathen around them and to give them the land of Canaan. ജാതികളുടെ ദേശമായ കനാൻ നാട് പിടിച്ചെടുത്ത് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന കഥയല്ല അവിടുത്തെ കാര്യം. ഈ ദേശം
ഇസ്രായേൽ മക്കളുടെ അവകാശ ഭൂമിയാണ്. The issue is not that the Lord is destroying the heathen around them and giving them the land, but this land had already been given by God to his people by a covenant. അതവരുടെ പൂർവ പിതാവായ അബ്രഹാമിന് ദൈവം എഴുതി കൊടുത്ത വസ്തുവാണ് കനാൻ നാട്. And the land of Canaan is a property that was handed over by God to our forefathers Abraham in writing. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ ദൈവം ആദ്യം എഴുതി കൊടുക്കാൻ പോകുന്ന ഭൂമി അബ്രഹാമിനെ കാണിച്ചു കൊടുത്തു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയപ്പോൾ. In Genesis chapter 13, when Lord left Abraham, God showed Abraham the land that he is about to give them. എന്നിട്ട് 15-ാം അധ്യായത്തിൽ ആ ദേശം അബ്രഹാമിനും അവന്റെ സന്തതിക്കും കൂടി എഴുതി കൊടുത്തു. And in chapter 15, we see that God gave in writing this piece of land to Abraham and his offsprings. അവിടെ നടത്തിയ ഉടമ്പടി ബ്ലഡ് കവനന്റ്, ഒരു രക്ത ഉടമ്പടിയാണ്. And the agreement that took place there is the blood covenant. ബ്ലഡ് കവനന്റ് പ്രഭുക്കന്മാർ തമ്മിൽ നടത്തുന്ന കവനന്റ് ആണ്. രാജാക്കന്മാർ രാഷ്ട്രം സംബന്ധിച്ച് ചെയ്യുന്ന ഉടമ്പടിയാണ് രക്ത ഉടമ്പടി. A blood covenant is a covenant entered into by emperors in dealing with nations and lands. ഇവിടെ രണ്ട് പ്രഭുക്കന്മാരാണ് ഈ ഉടമ്പടി നടത്തുന്നത്. ഒന്ന് മഹാപ്രഭുവായ ദൈവം, രണ്ട് അബ്രഹാം പ്രഭുവാണ്. ദേശനിവാസികൾ പറയുന്നു, നീ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രഭു. അപ്പോൾ അബ്രഹാം പ്രഭുവാണ്, ദൈവം മഹാപ്രഭുവാണ്. ഈ രണ്ട് പ്രഭുക്കന്മാർ തമ്മിലാണ് ഈ രക്ത ഉടമ്പടി ചെയ്യുന്നത്. Now this blood covenant is happening between two lords. One is the great Lord, our Lord Jesus Christ, and the other Abraham is also a Lord. His people say that you are a Lord among us. രക്ത ഉടമ്പടിയിൽ ഒരു മൃഗത്തെ രണ്ടായി പിളർന്നാൽ മതി. It's enough that an animal is split in two in a blood covenant. അത് ഇരമ്യാ പ്രവചനം 34-ാം അധ്യായത്തിൽ ഇന്നലെ നമ്മൾ വായിച്ചു. കാളക്കുട്ടിയെ, അത് സിംഗുലറാണ്, ഏകവചനമാണ്, കാളക്കുട്ടികളൊന്നൊന്നുമില്ല. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന എന്റെ മുമ്പിൽ ചെയ്ത ഉടമ്പടി. അപ്പോൾ ബ്ലഡ് കവനന്റിൽ ഒരു മൃഗത്തെ രണ്ടായി പിളർന്നാൽ മതി. We read that in the book of Jeremiah chapter 34, that one ox was split in two. So it is enough that one animal is sacrificed for that blood covenant. പക്ഷെ ഇവിടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ 3 മൃഗങ്ങളെ കൊണ്ടുവന്ന് പിളർക്കണം. But here we see that God asked Abraham to bring 3 different animals for slaughtering. കാരണം നമുക്കറിയാം, വസ്തുവിന്റെ വില കൂടുമ്പോൾ അതിനനുസരിച്ച് ഡോക്യുമെന്റിൽ ആ സ്റ്റാമ്പ് പേപ്പറിന്റെ വാല്യൂ കൂടണം. Because we know the reason, as the value of the land increases, so the value of the stamp paper involved is also increasing. കനാൻ നാട് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കുള്ള വിലയല്ല കനാൻ നാടിന്റെ വില. The value of the land of Canaan is not like the value of the other lands around them. അത് ഭൂമിയുടെ മധ്യസ്ഥാനത്ത് നിലകൊള്ളുന്ന രാജ്യമാണ് കനാൻ നാട്. So Canaan, the land of Canaan it exists right exactly in the middle of this earth. പാലും തേനും ഒഴുകുന്ന നാടാണ് കനാൻ നാട്. And it's a land where milk and honey flow. ലോക രാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന നാടാണ് കനാൻ നാട്. The land of Canaan is a land which the world, the different nations of the world long for. അങ്ങനെ വിലയുള്ള കനാൻ നാടാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ നിനക്ക് എഴുതി തരാൻ പോകുന്നത്. It is this land of Canaan that is so valuable that God is telling Abraham that I am going to give it to you. അതുകൊണ്ട് വില കൂടുതലാണ് അബ്രഹാമേ ഞാൻ തരാൻ പോകുന്ന വസ്തുവിന്. അതുകൊണ്ട് ഒരു മൃഗം പോരാ, 3 മൃഗങ്ങളെ കൊണ്ടുവന്ന് രണ്ടായി പിളർക്കണം.
So Abraham, the value of the land I'm going to give you is too much. So just one animal is not enough to be slaughtered. You need to bring 3 different animals to be slaughtered for this covenant. അങ്ങനെ അബ്രഹാം 2 ഇരട്ട യാഗപീഠങ്ങൾ പണിത് ഈ 3 മൃഗങ്ങളെ രണ്ടായി പിളർന്ന 2 ഓരോ പിളർപ്പുകൾ ഈ 2 ഭാഗത്തായിട്ട് യാഗപീഠത്തിൽ ഈ അബ്രഹാം വെച്ചു. Accordingly, Abraham prepared 2 different altars, and he brought all these 3 animals, and they were split in 2 and placed on these 2 different altars. എന്നിട്ട് ബെരീത്തിൽ കൂടി 2 യാഗപീഠങ്ങളുടെ നടുവിലുള്ള വഴിയുടെ പേരാണ് ബെരീത്ത്. ആ ബെരീത്തിൽ കൂടി അബ്രഹാം നടന്നു ചെല്ലണം, ദൈവം ഇങ്ങോട്ട് നടക്കണം, എന്നിട്ട് വേണം ഈ ഉടമ്പടി നടത്തുവാൻ. So the gap between these 2 altars is called Berith, and the people entering into this covenant must walk between these altars through this Berith. God has to come from one side and Abraham has to go from the other side. സന്ധ്യയാകുന്നിടം വരെ ഈ അബ്രഹാം ബെരീത്തിൽ കൂടി നടന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നില്ല. From dawn until evening, Abraham did not walk through this Berith to go to God. കാരണം അബ്രഹാം ഭയന്നിരിക്കുകയാണ്, ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഉടമ്പടി തെറ്റിച്ചാൽ ഈ മൃഗങ്ങളെ 2ആയി പിളർന്നതുപോലെ ദൈവത്തിന് എന്നെയും പിളർക്കാൻ അവകാശമുണ്ട്. Because Abraham was frightened that in any way, if he transgresses this covenant, God has the right to slaughter and split him up like these animals that are laid there on the altars. ഈ മൃഗങ്ങളെ പിളർന്ന ഉടനെ ഒന്നും രാജൻ പക്ഷികൾ ഇറങ്ങിയതല്ല, പകല് മൃഗങ്ങളെ പിളർന്നതാണ്. സമയം ഒത്തിരി കഴിഞ്ഞപ്പോഴാണ് രാജൻ പക്ഷികൾ ഇറങ്ങാൻ തുടങ്ങിയത്. As soon as in the morning these animals were slaughtered, that is not the time these birds came down to take the carcasses. It was towards the evening. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, എനിക്ക് നിന്നെ മനസ്സിലായി, നിന്റെ ഭയം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഈ ബെരീത്തിൽ കൂടെ നിന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നു. God told Abraham, yes, I understand your fear. No problem. I am going to walk through this Berith and come to you. ഒരു തീപ്പന്തം ആ ഭാഗങ്ങളുടെ ഇടയിൽ കൂടി കടന്നുപോയി എന്ന് പറഞ്ഞാൽ ദൈവം ആ പിളർപ്പുകളുടെ ഇടയിൽ കൂടി അബ്രഹാമിന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നു. A fiery torch went through that Berith, which means God traveled there and through that and went to Abraham. ആ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലെ ഒടുവിലത്തെ വാചകം, ഈ ദേശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. And the last verse in chapter 15 of the book of Genesis says that I have given this land to you. അപ്പോൾ ഒരു ബ്ലഡ് കവനന്റിലൂടെയാണ് ഈ ദേശം, ഈ രാജ്യം ദൈവം അബ്രഹാമിന് എഴുതി കൊടുക്കുന്നത്. So it is through this blood covenant that God wrote this property in the name of Abraham. അപ്പോൾ തന്നെ ആ കവനന്റിൽ ദൈവം വ്യക്തമാക്കി എഴുതി. ആ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലുണ്ട്, നിനക്ക് ശേഷം ഈ ദേശം നിന്റെ മകനായ ഇസ്ഹാക്കിന് ശേഷം ഈ ദേശം ഇസ്ഹാക്കിന്റെ 2 മക്കൾക്കും കൂടി ഉള്ളതല്ല. And in that covenant, God very carefully added one more clause saying that after you, this property will belong to your offspring, but not to the 2 children of his offsprings. അത് യാക്കോബിന്റെ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ കനാൻ നാട്. And this land of Canaan, it belongs only to the children of Jacob. അതിന്റെ വാക്യങ്ങൾ നമ്മൾ കണ്ടു. ഈ യാക്കോബിന്റെ സന്തതികൾ 400 വർഷം മിസ്രൈമിൽ അടിമകളായി കിടക്കും. ആ ജനം, ആ മക്കൾ മടങ്ങി വരുമ്പോൾ അവർക്കുള്ളതാണ് ഈ ദേശം. We saw the references yesterday where it says that the children of Jacob will spend 400 years in Egypt in slavery, and when they return, it will be this land of Canaan will be given to them. അപ്പോൾ 400 വർഷം യഥാർത്ഥ അവകാശികൾ ഈ കനാൻ നാട്ടിൽ ഇല്ലായിരുന്നു. So the real owners of the land of Canaan were not there for the 400 years. അവകാശികൾ ഇതിന്റെ അകത്തില്ലെന്ന് കണ്ടപ്പോൾ ചുറ്റുപാടും കടന്ന ജാതികൾ എല്ലാവരും കൂടെ ഇസ്രായേൽ മക്കളുടെ, യാക്കോബിന്റെ മക്കളുടെ അവകാശ ദേശത്ത് കയറി കൂടും വീടും തൊഴുത്തും ഒക്കെ പണിത് സുഖജീവിതം. So when the people around the land of Canaan saw that the real owners of the place is not there,
So they possessed the land, they came, took over, and they built their own things, houses and other things. ഇക്കാര്യം 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. ഈ ജാതികൾക്ക് അവിടൊക്കെ പോയി താമസിക്കാനുള്ളതേ ഉള്ളൂ. So this incident took place around 4,000 years back, and during those times there were plenty of land everywhere, and they could have gone and stayed anywhere else. യാക്കോബിന്റെ മക്കളുടെ അവകാശ ഭൂമിയിൽ കയറി താമസിക്കേണ്ട കാര്യമില്ല. There was no reason for them to go to this particular land of Canaan, which belongs actually to the children of Jacob. യഥാർത്ഥ അവകാശികൾ മിസ്രൈമിൽ നിന്ന് അവരുടെ അവകാശ ദേശത്തേക്ക് പോകുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ അവകാശ ദേശത്തെ ജാതികൾക്കായി താമസിക്കുന്നുണ്ട്. And when the children of Jacob returned from Egypt, God told them that the land that is promised to you has been occupied by heathen around you. ആ ജാതികളെ നശിപ്പിച്ച് നിങ്ങളുടെ അവകാശ ഭൂമി നിങ്ങൾക്ക് തരാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. And it is for destroying those heathens and heathen nations and returning your land to you that I am walking before you. അപ്പൊ ദൈവം നമ്മുടെ മുമ്പിൽ നടക്കുന്നത് എന്തിന്? രണ്ടാമത് ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ അവകാശം നമുക്ക് തിരികെ പിടിച്ചു തരാൻ വേണ്ടി. So in connection with this subject, we see that God walks before his people so that he can return to us our rightful possessions. നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഓർപ്പിച്ചു. നമ്മുടെ മക്കൾ നമ്മുടെ അവകാശമാണ്. I reminded you yesterday about our inheritance or our possessions, that is our children are our inheritance. നമ്മുടെ പൊതുസ്വത്ത് നമ്മുടെ അവകാശമാണ്. Our patriarchal property is our inheritance. നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ സഭ, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം നമ്മുടെ അവകാശങ്ങളാണ്. Our ministry, our church, our health are all our inheritances. ഈ അവകാശങ്ങളുടെ മേൽ ജാതീയ ശക്തികൾ, ചുറ്റുപാടുമുള്ള ശക്തികൾ, സഹോദര വർഗങ്ങൾ അവകാശം പറഞ്ഞ് പിടിമുറുക്കി നിൽക്കുമ്പോൾ ആ അവകാശങ്ങളെ ശാസിച്ച് നമ്മുടെ അവകാശം നമുക്ക് തിരികെ തരാൻ നമ്മുടെ ദൈവം ഇന്ന് നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. When demonic forces and other powers claim right to our rightful possessions, God is walking before us to destroy them and to deliver us our belongings. നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ എക്കാലവും വാഴുകയില്ല. The scepter of the wicked will never be over the possessions of the righteous. ഇന്ന് രാത്രിക്കാലവും ആത്മാവിൽ തന്നെ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, നിനക്ക് കൈമോശം വന്ന, നിന്റെ കൈവിട്ടുപോയ നിന്റെ അവകാശങ്ങളെ ദൈവം മടക്കി നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. In the Spirit of God, I give you this message that whatever you have lost, God is going to rightfully return it to you. ആ കനാൻ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വഴിയിൽ മുട്ടുകുത്തിയിട്ട് പറയുന്നു, എന്റെ മകളെ ഒന്ന് സൗഖ്യമാക്കണം. That woman knelt down before Jesus and says, please heal my daughter. ഉടനെ കർത്താവ് അവളോട് പറഞ്ഞത്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. But Jesus told her, the bread belonging to the children is not given to dogs. മക്കൾ, ഇസ്രായേൽ മക്കൾ, നായ്ക്കുട്ടി ജാതീയ സ്ത്രീയായ നീയ, അപ്പം രോഗശാന്തി. Children are the Israelites. You, the woman, is the dog, and the bread is the healing. കർത്താവ് വ്യക്തമായി പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന രോഗശാന്തിയാകുന്ന അപ്പം എന്റെ മക്കളായ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ്, നായ്ക്കുട്ടിയായ ജാതീയ സ്ത്രീയായ നിനക്ക് തരാനുള്ളതല്ല. What Jesus said is that the bread of healing that I brought is for my children, God's children, the Israelites, not to you, the dog. ഉടനെ അവൾ പറയുകയാണ്, എനിക്ക് അപ്പമൊന്നും വേണ്ട, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുതുക്കുകൾ ഭക്ഷിച്ച് തൃപ്തിപ്പെടുന്നു, എനിക്ക് ഒരു അപ്പനുതുക്ക് മതി. And immediately this woman replies that I do not need the bread, but even the dogs eat the crumbs fallen from the
bread of the children, that's enough for me. അവളിലെ ആ വലിയ വിശ്വാസം കണ്ടപ്പോൾ കർത്താവിന്റെ ഭാവം മാറി. ആ വലിയ വിശ്വാസം പുറത്തെടുക്കാനാണ് കർത്താവ് ഈ നിലയിൽ സംസാരിച്ചത്. ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. Hearing her great faith, Jesus' attitude changed, and it is for that particular reason, so that the great faith of this woman may come out of her, Jesus spoke in that way. മക്കളെന്ന് പറയുന്ന ചിലരുടെ കയ്യിൽ അപ്പം ഇരിക്കുക. There are some people known as the children, and the bread is in their hands. ആവശ്യക്കാരി ആ മേശയുടെ കീഴിലും ഇരിക്കുക. And the needy is sitting under the table. ഞങ്ങൾ വിട്ട് തരത്തില്ലെന്ന് പറഞ്ഞ് അപ്പം പിടിച്ചു വച്ചാലും അവരുടെ കയ്യിൽ നിന്ന് അപ്പം ചോരും. ആവശ്യക്കാരുടെ അടുക്കൽ അപ്പം വന്ന് വീഴും. Even if after holding the bread in your hands, if you deny, when the needy person is there, the bread will fall into their hands. നിന്റെ കയ്യിൽ വരേണ്ടതായ ചില അപ്പങ്ങൾ, ചില അവകാശങ്ങൾ, ചില നന്മകൾ മറ്റ് ചിലര് വിട്ട് തരത്തില്ലെന്ന് പറഞ്ഞ് പിടിമുറുക്കിയിരിക്കുകയാണ്. There are certain breads, certain good things, certain things that it should rightfully come to you, but there are others who are holding on to it, refusing to give it to you. ഒരു ആത്മീയ ദൂതാണ് ഞാൻ വിളിച്ചു പറയുന്നത്. നിനക്ക് ന്യായമായി ലഭിക്കേണ്ടതായ അപ്പക്കഷ്ണങ്ങൾ വിട്ട് തരത്തില്ലെന്ന് പറഞ്ഞ് മേശയിൽ ഇരുന്നു കൊണ്ട് മറ്റു ചിലരെ പിടിച്ചു വച്ചിരിക്കുകയാണ്. This is a spiritual message I am giving you. That there are certain people who are holding on to the goodness that actually should be yours. അത് ഔദ്യോഗിക തലത്തിലാണെങ്കിലും കുടുംബപരമായ വിഷയത്തിലാണെങ്കിലും നിനക്ക് ലഭിക്കേണ്ടതായ നന്മകളും അവകാശങ്ങളും വിട്ട് തരത്തില്ലെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് ആര് പിടിച്ചു വച്ചാലും ചൂടാലാവ വൈശലച്ച അവരുടെ കയ്യിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് അപ്പം കടന്നു വരുന്ന സമയം അതിവിദൂരമല്ല. Whether it is in an official way, in a secular way, or in a family matter, whatever bread is rightfully yours and which is held by others refusing to release it to you, God will see that it comes to you. കർത്താവ് കനാന്യ സ്ത്രീയുടെ മകളെ ആ ക്ഷണത്തിൽ സൗഖ്യമാക്കി. On that very instant, Jesus healed the daughter of that lady. അപ്പൊ ദൈവം നമ്മുടെ മുമ്പിൽ നടക്കുന്നത് എന്തിനാ? നമ്മുടെ അവകാശം മടക്കി നമുക്ക് നൽകാൻ. So God walks before us so that he can return us our rightful possessions. ഈ യാക്കോബിന്റെ മക്കൾക്ക് ദൈവം കനാൻ നാട് അവകാശമായി കൊടുക്കുന്നത് രക്ത ഉടമ്പടിയിലൂടെയാണ്. So it is through the blood covenant that God gives the children of Jacob the inheritance. ഞാൻ ഓർപ്പിച്ചു, രാഷ്ട്രം സംബന്ധിച്ച് കൈമാറ്റം നടത്തുമ്പോൾ പ്രഭുക്കന്മാർ ചെയ്യുന്നതാണ് ഈ രക്ത ഉടമ്പടി. As I mentioned earlier, a blood covenant takes place when emperors or great leaders transaction takes place concerning land and nations. എന്നാൽ ഏശാവിന് അവന്റെ മക്കൾക്ക് ദൈവ സേയി പർവ്വതം എഴുതി കൊടുക്കുന്നത് ബ്ലഡ് കവനന്റിലൂടെയല്ല, സാൻഡൽസ് കവനന്റിലൂടെയാണ്. But when God gave Mount Seir to the children of Esau, it is not through a blood covenant, but another covenant known as a sandal covenant or the shoe covenant. അത് ഞാൻ തെളിയിച്ചുകൊണ്ട് ദൈവം മുമ്പിൽ നടക്കുന്ന മൂന്നാമത്തെ സംഭവത്തിലേക്ക് ഞാൻ കടക്കാം. After proving that, we will go on to the third reason why God walks before us. ദൈവം ഏശാവിനും അവന്റെ മക്കൾക്കും സേയി പർവ്വതം കൊടുക്കുന്നത് ചെരിപ്പ് ഉടമ്പടിയിലൂടെയാണ്. God gave the Seir mountain to the children of Esau through a shoe covenant. ഇന്നലെ വായിച്ച ചെരിപ്പ് ഉടമ്പടിയുടെ പ്രമാണം ഒന്നും കൂടെ വായിച്ചുകൊണ്ട് ഞാൻ അത് തെളിയിക്കാം. Let us read that verse we read yesterday again. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് സാൻഡൽസ് കവനന്റ് നമ്മൾ കാണുന്നത്. In the book of Ruth, chapter 4 and verse 7, we see the sandal covenant. എന്നാൽ വീണ്ടെടുപ്പും
കൈമാറ്റോ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നു. Now this was the manner in former time in Israel concerning redeeming and concerning changing. For to confirm all things, a man plucked off his shoe and gave it to his neighbor, and this was a testimony in Israel. ഇവിടെ രണ്ട് കാര്യങ്ങൾക്കാണ് ചെരുപ്പുടമ്പടി സാൻഡൽസ് കവനന്റ് നടത്തുന്നത്. So there are two different instances when shoe covenant takes place. ഒന്ന് വീണ്ടെടുപ്പ്, രണ്ട് കൈമാറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് വസ്തു കൈമാറ്റത്തിന്റെ കാര്യമാണ്. One is redemption and the concerning changing or to confirm all things. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു വീണ്ടെടുപ്പുകാരന് വീണ്ടെടുപ്പ് നടത്താൻ മനസ്സില്ലെങ്കിൽ അടുത്ത വീണ്ടെടുപ്പുകാരൻ എഴുന്നേറ്റ് വീണ്ടെടുപ്പ് നടത്തണമെങ്കിൽ ഈ ചെരുപ്പുടമ്പടി നടത്തണം. So if a redeemer refuses to redeem and someone else is interested in redeeming, then they have to go through this sandal covenant, shoe covenant. ഇവിടെ ഇപ്പോൾ നവോമിയുടെ നഷ്ടപ്പെട്ട വസ്തു വീണ്ടെടുക്കണം, രൂത്തിനെ വീണ്ടെടുക്കണം. So here the property that is lost to Naomi has to be recovered, and Ruth also has to be redeemed. അപ്പോൾ ഒന്നാമതൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, ബോവസ് രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരനാണ്. So there was a redeemer, the first one, but Boaz was the second redeemer. അപ്പോൾ ഈ ബോവസ് രൂത്തിനോട് പറയുന്നു, ഞാൻ ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരനോടൊന്ന് ചോദിക്കട്ടെ, അവന് വീണ്ടെടുക്കാൻ മനസ്സില്ലെങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തുകൊള്ളാം. So Boaz is talking to Ruth and telling her that let me ask the first redeemer, and if he is not willing, then I will redeem. അങ്ങനെ 10 പട്ടണ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരനെ വിളിച്ചിട്ട് ബോവസ് പറയുന്നു, നമ്മുടെ ചാച്ചയിൽപ്പെട്ട നവോമി മടങ്ങി വന്നിട്ടുണ്ട്, എലീമേലെക്ക് മരിച്ചുപോയി, നിനക്ക് ആ കുടുംബത്തെ വീണ്ടെടുക്കാമോ? So in the presence of 10 elders of different cities, the first redeemer was called and said that Elimelech is dead. Now are you ready and willing to redeem them? അപ്പോൾ ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ പറയുന്നു, എനിക്ക് വീണ്ടെടുക്കാനായിട്ട് മനസ്സില്ല, എനിക്ക് കഴിയത്തില്ല, എന്റെ അവകാശം നഷ്ടമാകും. So the first redeemer says, no, I am not able to do it, I am not willing to do it, I will lose my inheritance. അപ്പോഴാണ് രണ്ടാം വീണ്ടെടുപ്പുകാരൻ ബോവസ് പറയുന്നത്, എന്നാൽ നമുക്ക് ഉടമ്പടി ചെയ്യാം, സാൻഡൽസ് കവനന്റ് നടത്താം, നിന്റെ ചെരുപ്പൂരി എനിക്ക് തരാൻ പറഞ്ഞു. So that is the time Boaz says, okay, then in that case, I will be the second redeemer, so let us enter into the shoe covenant, remove your shoes and give it to me. അപ്പോൾ ഒന്നാം വീണ്ടെടുപ്പുകാരൻ ചെരുപ്പൂരി കൊടുക്കുന്നു, രണ്ടാം വീണ്ടെടുപ്പുകാരൻ ബോവസ് ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് നവോമിയുടെ കുടുംബത്തെ നഷ്ടപ്പെട്ട വസ്തുവിനെയും രൂത്തിനെയും. So it is by wearing that shoes that Boaz redeems Naomi and her property and Ruth as well. ഈ രൂത്തിനെ ഭാര്യയായി വീണ്ടെടുക്കുന്നത് മലയാളത്തിൽ ദേവത ധർമ്മം എന്ന് എഴുതിയിരിക്കുമ്പോൾ ഹസ്ബൻഡ്സ് ഡ്യൂട്ടി എന്നാണ് ഇംഗ്ലീഷിൽ. ആ ദേവത ധർമ്മപ്രകാരം രൂത്തിനെ ഈ ബോവസ് ഭാര്യയായിട്ട് വീണ്ടെടുത്തു. So Ruth was redeemed by Boaz as in the English translation it is given as the husband's duty. ഈ രൂത്തിന്റെ ഭർത്താവ് മഹ്ലോൻ എന്ന് പറയുന്നത് വകയിൽ ബോവസിന്റെ സഹോദരനാണ്. So this Mahlon is the brother of Boaz. ഒരു ഭർത്താവ് മരിച്ചാൽ, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിന്റെ സഹോദരൻ ആ ഭാര്യയെ വിവാഹം കഴിക്കണം. അതിനാണ് ദേവധർമ്മം എന്ന് പറയുന്നത്. If a husband dies while the wife is still living, the husband's brother should marry, and that is known as the husband's duty. ആ നിലയിലാണ് ഈ ബോവസ് രൂത്തിനെ തനിക്ക് ഭാര്യയായിട്ട് വീണ്ടെടുക്കുന്നത്. It is in that situation that Boaz takes Ruth as his wife. ഇതിനകത്തെ ആത്മീയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ട മാനവജാതിയെ വീണ്ടെടുക്കാൻ ഈ ലോകത്തിലേക്ക് വന്ന
ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ ന്യായപ്രമാണമായിരുന്നു. So the spiritual meaning behind is that the first redeemer who came to redeem mankind was the law. എന്നാൽ ന്യായപ്രമാണത്തിന് മാനവജാതിയെ വീണ്ടെടുപ്പാൻ കഴിഞ്ഞില്ല. But the law could not redeem mankind. അന്നേരം രണ്ടാം വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. So the second redeemer, Jesus Christ, came into this world. ന്യായപ്രമാണത്തിന്റെ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഈ രണ്ടാം വീണ്ടെടുപ്പുകാരനായ യേശു നമ്മെ അവന്റെ മണവാട്ടിയായി വിലയ്ക്ക് വാങ്ങിച്ചത്, വീണ്ടെടുത്തത്. So it is by wearing the shoes of the law that the second redeemer, Jesus Christ, took us to be his bride. ഈ ന്യായപ്രമാണത്തിന്റെ ചെരുപ്പിട്ടു എന്നതിന്റെ തെളിവാണ് യേശുവിന്റെ മാതാപിതാക്കൾ കുതിർപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ട് യേശുവിനെ പ്രതിഷ്ഠിക്കാൻ ദേവാലയത്തിൽ കൊണ്ടുവന്നത്. The proof of Jesus wearing these sandals is when the sacrifice that took place when Mary took turtle doves to dedicate Jesus. അപ്പോൾ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, അവിടെ സാൻഡേഴ്സ് കവനന്റ് നടത്തണമെന്ന് പറയുന്നത്, ഒരു വീണ്ടെടുപ്പുകാരന് വീണ്ടെടുക്കാൻ മനസ്സില്ലെങ്കിൽ അടുത്ത വീണ്ടെടുപ്പുകാരൻ എഴുന്നേൽക്കുമ്പോൾ സാൻഡേഴ്സ് കവനന്റ് നടത്തിയിരിക്കണം. So the first redeemer, when the first redeemer is unwilling to redeem, the second redeemer can do that, but then a sandal covenant has to take place. രണ്ടാമത് കൈമാറ്റം. കൈമാറ്റം ചെയ്യുമ്പോൾ സാൻഡൽസ് കവനന്റ് നടത്തും. Secondly, when things change, concerning changes, a sandal covenant has to take place. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വിഷയം, യേശാവിന്റെ സന്തതികൾക്ക്, യേശാവിന് സേയി പർവ്വതം ദൈവം എഴുതി കൊടുത്തത് സാൻഡൽസ് കവനന്റിലൂടെയാണ്. We are talking about God giving the Mount Seir to the children of Esau through this sandal covenant. ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം 8-9 വാക്യങ്ങൾ ആദ്യം ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 36 വേഴ്സ് 8 and 9. Okay. ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അങ്ങനെ ഏദോം എന്ന് പേരുള്ള യേശാവ് സേയി പർവ്വതത്തിൽ കുടിയിരുന്നു. സേയി പർവ്വതത്തിലുള്ള ഏദോമിയുടെ പിതാവായ യേശാവിന്റെ വംശപാരമ്പര്യം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് യേശാവിന്റെ മക്കളാണ് ഏദോമിയർ. അവർ സേയി പർവ്വതത്തിലാണ് താമസിക്കുന്നത്. So here in chapter 36 of Genesis, verses 8 and 9 reads, "Thus dwelt Esau in Mount Seir." Esau is Edom, and these are the generations of Esau, the father of the Edomites, in Mount Seir. So here we see that the Edomites are the offsprings of Esau. ഈ സേയി പർവ്വതം ദൈവം ഏദോമ്യർക്ക്, യേശാവിന്റെ മക്കൾക്ക് എഴുതി കൊടുത്ത ദേശമാണ് ചെരിപ്പുടമ്പടിയിലൂടെ. So it is the Mount Seir is the place that God gave to the children of Esau through the True Covenant. ഇത് ചെരിപ്പുടമ്പടിയാണെന്ന് പിന്നെ ഞാൻ ആ വാക്യം വായിച്ച് തെളിയിക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായം, ഇന്നലെ വായിച്ച വാക്യമാണ്. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഡ്യൂട്രോണമി ചാപ്റ്റർ 2 വേഴ്സസ് 4 and 5 ഞാൻ വായിക്കുന്നു. നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സേയീരിൽ കുടിയിരിക്കുന്ന യേശാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളേണം. നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല. സേയി പർവ്വതം ഞാൻ യേശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. Deuteronomy chapter 2 verses 4 and 5.
And command thou the people, saying, You are to pass through the coast of your brethren, the children of Esau, which dwell in Seir, and they shall be afraid of you. Take you good heed unto yourselves, therefore. Meddle not with them, for I will not give you of their land, no, not so much as a footbreadth, because I have given Mount Seir unto Esau for a possession. അപ്പോൾ ഈ ദേശം ഞാൻ ഏശാവിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. So here God says that he has given this property to the children of Esau. ഈ ദേശത്തുകൂടി നടന്നു വേണം, അത് ഷോർട്ട് കട്ടാണ്, ഇസ്രായേൽ മക്കൾക്ക് കനാൻ നാട്ടിലേക്ക് പോകാൻ. So this passing through this Mount Seir is a shortcut for the Israelites to reach Canaan. ഇസ്രായേൽ മക്കളുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. സെയീർ പർവ്വതം കനാൻ നാടിന് അടുത്ത് കിടക്കുന്ന ചാവുകടലിന്റെ തെക്കുഭാഗത്ത് കിടക്കുന്ന സ്ഥലമാണ് സെയീർ പർവ്വതം. So the journey of the Israelites in the wilderness is coming to an end because the Mount Seir is lying just adjacent to the north side of the land of Canaan. അപ്പോൾ മോശ ഈ ഏദോം രാജാവിന്റെ അടുക്കൽ ആളെ അയച്ചു പറയിപ്പിച്ചു, നിന്റെ നാട്ടിലൂടെ നടക്കാൻ ഞങ്ങൾക്കൊരു അനുവാദം തരണം. So Moses sent people to the king of Seir asking permission for them to cross through the land. ഇല്ലെങ്കിൽ ഈ സെയീർ പർവ്വതം മുഴുവൻ ചുറ്റി 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 നടക്കേണ്ടി വരും. Otherwise they will have to go round about the Mount Seir. അതുകൊണ്ട് ഇവൻ ദാസന്മാരെ വിട്ട് ഈ ഏദോം രാജാവിനോട് അപേക്ഷിക്കുക. So he sent his servants to get permission from the king of Edom. ആ കാര്യം നമ്മൾ കാണുന്നത് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലാണ്. We see that in the 20th chapter of the book of Numbers. അതിലെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മറ്റൊരു കാര്യം തെളിയിക്കാൻ വേണ്ടി ഈ വേദഭാഗം വായിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് അതില് സംഖ്യാപുസ്തകം 20-ാം അധ്യായം 14 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. I'm going to read from verse 14 onwards of the 20th chapter of the book of Numbers because that is required in order to prove something else. അനന്തരം മോശ കാദേശിൽ നിന്ന് ഏദോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അറിയിച്ചത്, നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടമൊക്കെയും നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ പോയി ഏറിയ കാലം പാർത്തു. മിസ്രൈമ് ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ടു, ഒരു ദൂതനെ അയച്ചു, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരിലുള്ള പട്ടണമായ കാദേശിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ നിന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, വെള്ളം കുടിക്കത്തില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടെ തന്നെ നടക്കും. നിനി അത് കഴിയുന്നിടം വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയില്ല. ഏതോ അവനോട്, നീ എന്റെ നാട്ടിൽ കൂടി കടക്കരുത്, കടന്നാൽ ഞാൻ വാളുമായി നിന്നോട് യുദ്ധത്തിന് പുറപ്പെടും. അതിന് ഇസ്രായേൽ മക്കൾ അവനോട്, ഞങ്ങൾ പെരുവഴി കൂടെ പോയിക്കൊള്ളാം, ഞാനും എന്റെ കന്നുകാലിയും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിന്റെ വില തരാം, കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിനവൻ, നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏതോ ബഹുസൈന്യത്തോടും ബലമുള്ള കൈയോടും കൂടി അവന്റെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഏതോ തന്റെ അതിരിൽ കൂടി കടന്നു പോകുവാൻ ഇസ്രായേലിനെ സമ്മതിച്ചില്ല. ഇസ്രായേൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി. From verse 14 onwards, chapter 20. And Moses sent messengers from Kadesh unto the king of Edom. Thus saith thy brother Israel, thou knowest all the travel that has befallen us, how our fathers went down into Egypt,
and we have dwelt in Egypt for a long time. And the Egyptians vexed us and our fathers. And when we cried unto the Lord, he heard our voice and sent an angel and hath brought us forth out of Egypt. And behold, we are in Kadesh, a city in the uttermost of thy border. Let us pass, I pray thee, through thy country. We will not pass through the fields or through the vineyards, neither will we drink of the water of the wells. We will go by the king's highway. We will not turn to the right hand nor to the left until we have passed thy borders. And Aaron said unto him, thou shalt not pass by me, lest I come out against thee with the sword. And the children of Israel said unto him, we will go by the highway. And if I and my cattle drink of thy water, then I will pay for it. I will only, without doing anything else, go through on my feet. And he said, thou shalt not go through. And Edom came out against him with much people and with a strong hand. Thus Edom refused to give Israel passage through his borders, wherefore Israel turned away from him. And the children of Israel, even the whole congregation, journeyed from Kadesh and came unto Mount Hor. ദൈവ ചെരുപ്പുടമ്പടിയിലൂടെ എഴുതി കൊടുത്ത ദേശത്തുകൂടി ഇസ്രായേൽ മക്കളെ കാൽനടയായി നടത്താൻ ആ ജനം അനുവദിച്ചില്ല. The Aramites refused to let the Israelites pass through their land, which was given to them by the sandal covenant. ഇത് ദൈവം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ദൈവത്തിന് അനിഷ്ടകാരണമായി. And God was watching this, and it became a reason of displeasure for him. ഞാൻ ചെരുപ്പുടമ്പടിയിലൂടെ കൊടുത്ത ദേശത്തുകൂടി എന്റെ ജനത്തെ കാൽനടയായി നടത്താൻ ഏദോമേ സമ്മതിച്ചില്ലല്ലോ. The Aramites refused my people to pass through the land which I had given to them by a shoe covenant. അപ്പൊ ദൈവം തീരുമാനിച്ചു, ഞാൻ ഏദോമിയുമായി ചെയ്ത ചെരുപ്പുടമ്പടി പിൻവലിക്കാൻ പോവുകയാണ്. So God decided to withdraw the shoe covenant that he had given done with the Aramites. ആദ്യം ദൈവം അത് ബിലിയാമിലൂടെ പ്രവചന രൂപത്തിൽ ആ ജനത്തോട് പറഞ്ഞു. And God informed them of it through the as a prophecy through Bileam. അത് സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. We see that in the 24th chapter of the book of Numbers. അതിന്റെ 18-19 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 18-19 വാക്യങ്ങൾ. Numbers chapter 24, 17 and verses 17 and 18. 18 and 19. ഏതോ ഒരു അധീന ദേശമാകും, ശത്രുവായ സേയീരും അധീനദേശമാകും. ഇസ്രായേലോ വീര്യം പ്രവർത്തിക്കും, യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും. ഇവിടെ പ്രവചനം കൊടുക്കുകയാണ്, ഇസ്രായേൽ രാജ്യത്തിന് ഏതോ അധീനമാകാൻ പോവുകയാണ്. So here in verses 18 and 19, a prophecy is given that Edom will be subservient to Israel. And the verse says, and Edom shall be a possession, Seir also shall be a possession for his enemies, and Israel shall do valiantly. Out of Jacob shall come he that shall have dominion, and shall destroy him that remaineth of the city. യാക്കോബിൽ ഒരുത്തൻ ഭരിപ്പാൻ എഴുന്നേൽക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദാവീദിനെ പറ്റിയുള്ള പ്രവചനമാണ്. ദാവീദ് ഭരിപ്പാൻ എഴുന്നേൽക്കുമ്പോൾ ഏതോ ഇസ്രായേലിന് അധീനദേശമാകും. When verse 19 talks about out of Jacob shall come he that shall have dominion, it's talking about David. അത് ദാവീദ് ഭരിപ്പാൻ എഴുന്നേറ്റപ്പോൾ ഈ പ്രവചനം നിവൃത്തിയായി. When David rose up to rule, this prophecy was fulfilled. ആ പ്രവചന നിവൃത്തി നമ്മൾ കാണുന്നത് 2 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 2 ശമൂവേൽ 8-ാം അധ്യായം 13-14 വാക്യങ്ങൾ. 2 Samuel chapter 8 verses 13 and 14. പിന്നെ ദാവീദ് ഉപ്പ് താഴ്വരയിൽ വെച്ച് 18,000 അരാമ്യരെ സംഹരിച്ച് മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി. ഏദോമിൽ എല്ലായിടത്തും
അവൻ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. ഏദോം ഇതൊക്കെയും ദാവീദിന് ദാസരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. And David got him a name when he returned from smiting of the Syrians in the valley of Salt, being 18,000 men. And he put garrison in Edom. Throughout all Edom put he garrisons, and all they of Edom became David's servants. And the Lord preserved David whithersoever he went. ഈ കാര്യം 1 രാജാക്കന്മാർ 11 അധ്യായം 15 വാക്യത്തിലും കാണുന്നു. 1 രാജാക്കന്മാർ 11 അധ്യായം 15 വാക്യം. We see this in 1 Kings chapter 11 and verse 15. Verse 15. ദാവീദ് ഏദോമ്യരെ നിഗ്രഹിച്ച കാലത്ത് സേനാധിപതിയായിരുന്നു യോവാബ്. അപ്പോൾ ഏദോമ്യരെ ആരാണ് നിഗ്രഹിച്ചത്? ദാവീദാണ് നിഗ്രഹിച്ചത്. So for it came to pass when David was in Edom, and Joab, the captain of the host, was gone up to bury the slain after he had smitten every male in Edom. So every male in Edom was smitten by David. ബിലിയാമിന്റെ പ്രവചനം ദാവീദ് രാജാവിന്റെ കാലത്ത് നിറവേറ്റി. The prophecy given by Biliam was fulfilled in the time of David. അപ്പോൾ ഈ ദേശം ചെരുപ്പുടമ്പടിയിലൂടെ കൊടുത്തതാണ് എന്നതിന്റെ വാക്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. We will come to the verse that shows that the Edomites were given Mount Seir through a sandal covenant. ഈ ഏദോമിനെ സംഹരിച്ച് ദാവീദ് വന്നപ്പോൾ ദാവീദ് പാടിയ പാട്ടാണ് 60 സങ്കീർത്തനം. After smiting the Edomites, when David returned, he sang a song that is what we read as Psalm 60. 60 സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് ആദ്യം ഞാൻ വായിക്കുന്നു. അതിന്റെ ഹെഡിങ് സംഗീത പ്രമാണിക്ക് സാക്ഷ്യ സാരസം എന്ന രാഗത്തിൽ അഭ്യസിപ്പിക്കാനുള്ള ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം. യോവാബ് മെസൊപ്പൊത്താമ്യയിലെ അരാമ്യരോടും സോബയിലെ അരാമ്യരോടും യുദ്ധം ചെയ്ത് മടങ്ങി വന്ന ശേഷം ഉപ്പ് താഴ്വരയിൽ 12,000 ഏദോമിനെ സംഹരിച്ച് കളഞ്ഞ സമയത്ത് ചമച്ച പാട്ടാണ് 60 സങ്കീർത്തനം. So the heading of Psalm 60 reads, to the chief musician upon Shushan-Aduth, Miktam of David, to teach when he strove with the Ramnaharaim and with Aram Zobah, when Joab returned and smote of Edom in the valley of Salt 12,000. അങ്ങനെ ഏദോമിനെ സംഹരിച്ച് ജയാളിയായി ദാവീദ് വന്നപ്പോൾ 60 സങ്കീർത്തനം പാടി. 60 സങ്കീർത്തനത്തിന്റെ 8ാം വാക്യം ഈ ദേശം കൊടുത്തത് ചെരുപ്പുടമ്പടിയിലൂടെയാണെന്നുള്ള തെളിവ് 8ാം വാക്യത്തിൽ നമ്മളെ കാണുന്നു. So when David returned after smiting the Edomites, he sang this Psalm 60, and in verse 8 we see that it took place through a shoe covenant. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക വാഷിംഗ്. അടുത്ത വാക്ക് ഏദോമിന്മേൽ ഞാൻ എന്റെ ചെരിപ്പെറിയും എന്ന് പറഞ്ഞാൽ ഏദോമായി ദൈവം ചെയ്ത ചെരുപ്പുടമ്പടി ദൈവം പിൻവലിച്ചു. ആ ചെരുപ്പിത വലിച്ചെറിഞ്ഞു. Says, Moab is my washpot, over Edom will I cast out my shoe. In other words, the shoe covenant that God entered into with the Edomites is withdrawn, and the shoe is thrown back to them. അപ്പോൾ ചെരുപ്പുടമ്പടിയിലൂടെയാണ് ദൈവം ഏശാവിന് ഏദോമിന് സെയീർ പർവ്വതം ആ ദേശം ദൈവം കൊടുത്തത്. So it is through the shoe covenant that the children of Esau, the Edomites, received this land of mountain of Seir. എന്നാൽ ഇസ്രായേൽ മക്കളെ അതിലൂടെ നടത്താൻ ഈ ഏദോമെ സമ്മതിക്കാഞ്ഞത് കൊണ്ട് ആ ചെരുപ്പുടമ്പടി ദൈവം പിൻവലിച്ചു. But because they did not allow the children of Israel to pass through
their land, God withdrew the true covenant. പക്ഷെ ചരിത്രം അങ്ങനെയൊന്നുമല്ല അവസാനിക്കുന്നത്. But history doesn't end in that way. ഇസ്രായേൽ മക്കളെ ഏദോമിൽ കൂടെ നടത്താൻ അനുവദിച്ചില്ല. ഒരു തുള്ളി വെള്ളം ആ ജനത്തിന് ആ ദേശക്കാർ കൊടുത്തില്ല. The Edomites did not allow the Israelites to pass through the land. Also, they did not even give them a drop of water. മോശെ അപേക്ഷിക്കുന്നുണ്ട്, വെള്ളം കുടിച്ചാൽ വില തന്നേക്കാം, കന്നുകാലികൾ വെള്ളം കുടിച്ചാൽ വില തന്നേക്കാം. Moses had already told them that if we drink, or even if our cattle drink the water, we will pay for it. കാലം മുന്നോട്ട് പോയപ്പോൾ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവും കൂടെ മോവാബ് രാജാവുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. As time passed, the king of Edom, the king of Judah, and the king of Israel went for a war with Moab. 7 ദിവസം അവർ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഉഴന്ന് നടന്നു. 7 days they roamed about in the wilderness without water. അപ്പോൾ യഹൂദ രാജാവ് ഇസ്രായേൽ രാജാവിനോട് ചോദിച്ചു, യഹോവയുടെ അരുളപ്പാട് ചോദിക്കാൻ ഇവിടെ പ്രവാചകന്മാരുണ്ടോ? So the king of Judah asked the king of Israel, don't we have any prophet here to ask the counsel of the Lord? അപ്പോൾ ഇസ്രായേൽ രാജാവിന്റെ ഒരു ഭൃത്യൻ പറയുന്നു, ഉണ്ട്. ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ എലീശ ഇവിടെ ഉണ്ട്. So one of the servants of the king of Israel said, yes, there is Elisha is there who poured the water in the hands of the അപ്പോൾ യഹൂദ രാജാവ് പറയുന്നു, അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട്. So the king of Judah says that he has the counsel of the Lord. അപ്പോൾ യഹൂദ രാജാവ് പറഞ്ഞു, അവനെ വിളിച്ചുകൊണ്ട് വരണം. So the king of Judah said, okay, call him, bring him. അങ്ങനെ എലീശ പ്രവാചകനെ യഹോവയുടെ അരുളപ്പാട് കേൾക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നു. So Elisha was called so that they could hear the counsel of the Lord. അങ്ങനെ അവൻ വന്നപ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞു, വീണക്കാരനെ കൊണ്ടുവരാൻ പറഞ്ഞു. So when he came there, Elisha asked them to bring the stringed instrument. ഞാൻ ഈ ചരിത്രം പറയുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ്. I am talking to you of this history from the book of 2 Kings chapter 3. ഈ വീണക്കാരൻ വീണ മീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എലീശയുടെ മേൽ വന്ന് എലീശ പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങി. So when this stringed instrument, the musician started playing, the Spirit of God descended on Elisha and he started prophesying. 16 തൊട്ടുള്ള വാക്യങ്ങളാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. നിങ്ങൾ ഈ താഴ്വരയിൽ അനേകം കുഴികൾ കുഴിവെട്ടുവേൻ, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ കന്നുകാലികൾ വാഹനങ്ങൾ കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. In chapter 3, the book of 2 Kings, chapter 3, verse 16, or it says, and he said, thus says the Lord, make this valley full of ditches, for thus says the Lord, you shall not see wind, neither shall you see rain, yet that valley shall be filled with water, that you may drink, both you and your cattle and your beasts. കുഴിച്ചപ്പോൾ വെള്ളം എവിടെ നിന്ന് വന്നു എന്ന് 20-ാം വാക്യത്തിലുണ്ട്. So when they dug the ditches, where the water came from is given in verse 20. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. And it came to pass in the morning, when the meat offering was offered, that behold, there came water by the way of Edom, and the country was filled with water. എവിടെ നിന്നാണ് വെള്ളം വന്നത്? Where did the water come from? വെള്ളം കൊടുക്കാത്ത ഏദോമിൽ നിന്ന് ഒരു നദി ഒഴുകി വരികയാണ്. A river comes flowing from Edom, who had earlier refused to give a drop of water. അത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല, മൃഗങ്ങളും ആ വെള്ളം കുടിച്ചു എന്ന് അവിടെ വായിക്കുന്നു. And it's not only for the children of Israel, but it is written that even the cattle and the beasts drank from it.
മൃഗങ്ങൾ വെള്ളം കുടിച്ചാൽ വില തരാമെന്ന വർഷങ്ങൾക്ക് മുമ്പ് മോശ ഈ ദേശനിവാസികളോട് കെഞ്ചി പറഞ്ഞതാണ്. Moses had begged the people to give them some water and saying that even if our cattle drink this water, we will pay for it. കൊടുത്തില്ലെന്ന് മാത്രമല്ല, യുദ്ധം ചെയ്യാൻ സൈന്യമായി വന്ന ദേശനിവാസികൾ. Not only they did not give water, also they came in battle against them. ആ ദേശത്ത് നിന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ഒരു നദി ഒഴുക്കിക്കൊണ്ടുവന്നു. Years later, God caused a river to flow from that land. ദൈവവൈതലേ, നിന്റെ വെള്ളം കൂടി മുട്ടിപ്പിച്ച സ്ഥാനത്ത് നിന്ന് കാൽനടയായി നടത്താൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, വെള്ളം പോലും തരാത്ത ദേശത്ത് നിന്ന് ദൈവം നദി ഒഴുക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. Dear children of God, in a place where even water is refused to you, and when you are not even allowed to walk from that same place, God will cause waters to flow and come to you. നിന്റെ നന്മ മുടക്കി കടഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ നദി കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിവുണ്ട്. God can bring a river out of that very same place where you are refused your rights. എന്റെ ചിന്ത ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഞാൻ എന്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുക. I'm going to conclude my words here. വാസ്തവത്തിൽ ദൈവം മുമ്പിൽ നടന്ന മൂന്നാമത്തെ ഒരു സംഭവം പ്രസംഗിക്കേണ്ടതാണ് ഞാൻ. Actually, I'm supposed to preach this third instance where God walked before his people. പക്ഷേ ദൈവാത്മാവ് ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചു ഈ വിഷയം സംസാരിക്കുവാൻ. But the Spirit of God spoke to me to talk to you about this subject tonight. ഏദോമിൽ നിന്ന് ദൈവം ഒരു നദി ഒഴുക്കിക്കൊണ്ടുവന്നു. God brought a river flowing all the way from Edom. എവിടെ നിന്റെ വെള്ളം കൂടി മുട്ടിയോ, എവിടെ നിന്റെ വരുമാനം മുടങ്ങിയോ, ഏത് ദേശക്കാരനെ തടഞ്ഞോ, അവിടെ നിന്ന് തന്നെ വെള്ളം കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിവുണ്ട്. Wherever you were refused water, or wherever you're not allowed to cross, from that very land, God will bring waters. നന്മ മുടക്കിയ ദേശത്ത് നിന്ന്, നന്മ തരാത്ത വ്യക്തിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് തന്നെ, അവിടെ നിന്ന് തന്നെ നന്മ തരുവാൻ ദൈവത്തിന് കഴിയും. God can bring your goodness back to you from the country that has refused you your goodness, from the family that has refused you your goodness, or from any other person who has refused you your goodness. God can bring it back to you from them. ഏദോമിനെ, നിന്നെ ഞെരുക്കിയ ഏദോമിനെ ദൈവം നിനക്ക് അധീനമാക്കി തരും. The Edom that suppressed you, God will give them to you as your servant and as subservient. കഴിഞ്ഞ നാളുകൾ നിന്നെ വല്ലാതെ ഞെരുക്കിയ ജീവിതങ്ങളെ, വ്യക്തികളെ, കുടുംബങ്ങളെ ദൈവം നിനക്ക് അധീനമാക്കി തരും. During the past, those who have suppressed you, either individuals or family members or whoever they are, God will see that they become servants to you. നിന്നെ ഞെരുക്കിയ രോഗശക്തികളെ ദൈവം നിനക്ക് അധീനമാക്കി തരും. The powers of sickness that has suppressed you, God will bring it under your feet. ദൈവാത്മാവ് ശക്തിയോടെ ചിലരോടായി ആലോചനയായി പറയുകയാണ്, നിന്നെ വേദനിപ്പിച്ച, കുത്തി വേദനിപ്പിച്ച ഏതോമുണ്ടല്ലോ, കാൽനടയായി നടക്കാൻ സമ്മതിക്കാതെ പർവ്വതം ചുറ്റി ചുറ്റി നടത്തിപ്പിച്ച, നിന്നെ ബുദ്ധിമുട്ടിപ്പിച്ച വ്യക്തി ജീവിതങ്ങളെ കൂടാലാഭ വൈശലച്ച മുട്ടകണ്ണ ദൈവം നിനക്ക് അധീനമാക്കി തരും. The Spirit of God is speaking very strongly to some people, those who have troubled you, not allowed you a passage, and you had to roam about a long and winding route. God will bring your goodness back to you from them. ശാരീരികമായി നീ അനുഭവിച്ച വേദന, നിന്നെ കുത്തി വേദനിപ്പിച്ച രോഗശക്തികളെ ദൈവം നിനക്ക് അധീനമാക്കി തരും. All the physical pain that you have endured and all the trouble that you have gone through, God will make it subservient to you. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഏതോ നിനക്ക് അധീന ദേശമാകും. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let us be expectant of this. Edomite will be subservient to you. May the Lord bless us. Hallelujah.